അയ്യോ ചേച്ചി, മണിക്കൂട്ടന്റെ വീടറിയോ? എവിടെയാന്ന്? വീട് ഇവിടെ അടുത്താ, പക്ഷെ അവൻ ഈ സമയത്ത് വീട്ടിൽ കാണില്ല, എല്ലാ കള്ളു ഷാപ്പിലായിരിക്കും. ഷാപ്പിലോ? അവനങ്ങനെ കുടിയൊന്നുമില്ല എന്നുള്ള കേട്ടെ. അവനിപ്പോ കുടി മാത്രല്ല, ഇതും കൂടി ഉണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ ഉള്ളതാണോ? ഞങ്ങളുടെ നാത്തൂന്റെ മോൾക്ക് ഒരു ആലോചനയായിട്ട് വന്നത് ഞങ്ങൾ. അപ്പൊ ഹണിമൂണ് ഒറീസയിലായിരിക്കല്ലേ? അതെന്താ? അവന്റെ വലി സാധനങ്ങളൊക്കെ ഒറീസയെന്നുള്ള വരണത്. എന്നാൽ ഏത് തെണ്ടികളാ നിന്റെ കല്യാണം മുടക്കുന്നത് അറിയില്ല. ആ മനുക്കുട്ട, കഴിഞ്ഞ ദിവസം നിനക്ക് ആലുവെന്നൊരു കല്യാണാലോചന വന്നല്ലേ? ഭാഗ്യത്തിന് എന്റെ കടയിൽ തന്നെ അവര് വന്നത്. ഞാൻ അവരോട് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. നാടിനും വീടിനും ഏറ്റവും പ്രിയപ്പെട്ടവനാന്നാ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണേ. അത് നടന്നില്ല ചേച്ചി. അയ്യോ, അതെന്ത് പറ്റിയടാ? ഏതോ തന്തയ്ക്ക് പറക്കാത്തവന്മാർ എന്നെ കുറിച്ച് അനാവശ്യമൊക്കെ പറഞ്ഞ് അത് മുടക്കി. അയ്യോ, നിന്നെ കുറിച്ച് ആർക്കാണ് ഇവിടെ എതിരഭിപ്രായം ഉള്ളത്? ആരാണെന്ന് അറിയില്ല ചേച്ചി, അവന്മാരൊക്കെ പൊഴുത്തേ ചാവുള്ളൂ. ശത്രുക്കളാണെങ്കിൽ അങ്ങനെ പ്രാഗല്ലടാ. നമ്മുടെ സംസ്കാരം അതല്ലടാ. സംസ്കാരമൊക്കെ നോക്കിയിരുന്നാലേ അത് നടക്കില്ല ചേച്ചി. എന്റെ സംസ്കാരം നടക്കുള്ളൂ. കാര്യം ജോർജേന്റെ വൈഫൊക്കെ തന്നെയാ. പക്ഷെ ഉണ്ടല്ല, എന്റെ നിന്നെ അടക്കം ഈ നാട്ടിലെ പല ആൾക്കാരെയും കല്യാണം മുടക്കുന്ന സ്ത്രീയാ. ജോർജിന്റെ മാതിരി അങ്ങനെ ചെയ്യില്ല. ഉണ്ട, നിനക്ക് അറിയാൻ പാടില്ല. അവരാ പെട്ടിക്കട തുറന്നു വെച്ചിരിക്കുന്നറിയോ? ആ ഗ്യാസ് പൈസ സോഡയും 2 പല്ലിക്കാട്ടണോ കടയിൽ. ആ കടയിൽ പിന്നെ ഇവരെന്തിനിരിക്കണേ? ഈ പരദൂഷണം പറയാൻ, കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഇരിക്കണ്ട. നീ ആ കടയിലൊന്ന് പോയി നോക്ക്. പണ്ട് ഇവരുടെ തന്തയായിരുന്നു ആ കട. തന്തയുടെ പരദൂഷണം കേട്ട് നാട്ടിലെ എത്ര ആൾക്കാരെ കല്യാണം മുടങ്ങിയെന്നറിയോ? തന്ത ചത്തപ്പോ ഇത് അവരെ ഏറ്റെടുത്തു. വാ പറയട്ടെ. എന്താടാ? ഞാനൊരു വിവരം അറിഞ്ഞു. എന്തു വരാടാ? നാട്ടിലെ തെണ്ടികൾ പറഞ്ഞു നടക്കുന്നേ എന്റെ കല്യാണാലോചന മുഴുവൻ മുടക്കുന്നത് ചേച്ചിയാണെന്നാ. അയ്യോ, ഞാനും തന്നെടാ നിനക്ക് വരുന്ന ആലോചന മുടക്കണേ. എന്നെ ചേച്ചി മറ്റാർക്കും വിട്ടുകൊടുക്കില്ലാന്ന്. എന്റെ പൊന്നു ചേച്ചി, നമ്മൾ തമ്മിൽ ഡിങ്കോൽഫിയ നാട്ടുകാർ പറയണേ. അയ്യോ ചേച്ചി, ഞാൻ ഒരു രഹസ്യം പറയട്ടെ. ഇത് ജോർജന്റെ ചുവട്ടൊന്നും എത്തരുത്. ഞാൻ നടക്കുമ്പോ ഒരു മുടന്ത് ചേച്ചി ശ്രദ്ധിച്ചില്ല. ഈ മുടന്ത് ചേച്ചിയോ മോനില്ല ഒരു മുടന്ത്? ആ ഉണ്ട്. നാട്ടുകാർ പറയുന്നത് വേറെ കഥയാ. അത് ചെറുപ്പത്തിലേ സൈക്കിളിന്മേന്ന് വീണേ മുട്ടുളക്കിയത് കൊണ്ടാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ നടക്കണ പോലെ ചേച്ചിയുടെ ഇലയെ വെച്ച് നടക്കുന്ന നാട്ടുകാർ. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഈ വിവരം ജോർജേട്ടൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ ചേച്ചിനെ ആദ്യം വെട്ടിക്കൊല്ലും, പിന്നെ എന്നെ വെട്ടിക്കൊല്ലും. ഈ ജോർജേട്ടൻ നീ എന്നാ പറഞ്ഞേ? ജനുവരിയിൽ വരും. എന്റെ പൊന്നു ചേച്ചി, അതിനു മുന്നേ എന്റെ കല്യാണം നടത്താൻ ചേച്ചിയോട് പ്രാർത്ഥിച്ചു നന്നായിട്ട്. നിന്റെ കല്യാണം നടക്കാൻ ഞാൻ ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി, ഇനി എന്റെ കല്യാണം നടക്കുന്നത് ചേച്ചിയുടെ ആവശ്യമുണ്ടോ? മനസ്സിലായി. കരയാതെ ചേച്ചി, കരയാതെ. ജോർജേട്ടൻ മനോനൊക്കെ എല്ലാം ശരിയാക്കണം. ഞാൻ പോട്ടെ. ചുണ്ടത്തം തരും തുടച്ചുകളാ. എടാ പറ്റിപ്പോയടാ, ആരോടും പറയാതിരിക്കും. ഓഹോ, അപ്പൊ ഇതാണല്ലേ അവന്റെ കല്യാണം മുഴുവൻ മുടക്കിയിട്ട് വെറുതെ അല്ലേ നാട്ടുകാർ കഥ മുഴുവൻ ഉണ്ടാക്കി പറയുന്നത്? ഒന്ന് പോട ചെക്ക അവിടുന്ന്. ശരി, ഞാനാ കുറ്റക്കാരൻ. എത്രയും പെട്ടെന്ന് ആ ചെക്കന്റെ കല്യാണം ഒന്ന് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം കളം തോണ്ടും.